നമ്മുടെ ട്രൈബൽ ആളുകൾ അവരുടെ സമരങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവിതമൊക്കെ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിക്ക് വലിയ താല്പര്യമില്ല സത്യം പറയാം. നമുക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഏറ്റെടുക്കുകയും കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമേ നിലനിൽക്കുള്ളൂ. നമ്മൾ എത്ര നല്ല സ്ക്രിപ്റ്റ് എഴുതിയാലും അല്ലെങ്കിൽ എത്ര നല്ല കഥയാണെങ്കിലും അതിന് സംവിധായകൻ കൊടുക്കുന്ന ഒരു വിഷനുണ്ട്. അയാളുടെ ഒരു ജീവിത ദർശനം ആ സിനിമയിൽ ഉണ്ടാകണം. പറയാൻ പേടി തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്താ ഒരു ടൈപ്പ് പടങ്ങൾ മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ പോപ്പുലറായ ആളുകളിൽ നിന്ന് പോലും നെഗറ്റീവ് റിവ്യൂ വന്നു. പക്ഷേ ആളുകൾ കണ്ടിറങ്ങുന്ന ആളുകൾ വളരെ ഇമോഷണൽ ആവുന്നു, വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് പടം ഓടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ നമ്മളെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളോട് എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും കാണിച്ച സമീപനം ഏറെക്കുറെ ഒരുപോലെ ആയിട്ടാണ് എൻ്റെ വളരെ വ്യക്തിപരമായ വിലയിരുത്തൽ. ഇതൊരു വോട്ട് ബാങ്കായിട്ട് എന്ന് മാറുന്നു, അന്ന് ഈ പറയുന്ന ഭരണാധികാരികൾ മുഴുവൻ അവിടെ പോകും, അവർക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഈ അടുത്തൊന്നും ഒരു സിനിമ കണ്ട് ഇത്രയധികം കരഞ്ഞിട്ടില്ല എന്നാണ് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. അനുരാജ് മനോഹർ ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമയെക്കുറിച്ചാണ് പ്രേക്ഷകരുടെ ഈ പോസിറ്റീവ് റെസ്പോൺസ്. നരിവേട്ടയുടെ സൃഷ്ടാവ്, സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ കൂടെയുണ്ട് എബൻ ജോസഫ്. എന്താണ് നമ്മൾ തിയേറ്റർ വിടുമ്പോൾ ജെൻസി പിള്ളേരടക്കം കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. സോ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഹാപ്പി, സാറ്റിസ്ഫൈഡ്, ഹാപ്പിയാണ്. കാരണം പ്രേക്ഷകരുടെ ഇങ്ങനെ ഇത്രയും ഇമോഷണലായിട്ട് പ്രേക്ഷകർ പ്രതികരിക്കും നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചർച്ചയാവുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഭയങ്കര ഇമോഷണലായിട്ട് പിന്നെ ആളുകൾ റിയാക്ട് ചെയ്യും, കരയും ഒന്നും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം എന്താ പറയുക, ഭയങ്കരമായ റെസ്പോൺസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷവും ഒരു ചെറിയ അഭിമാനമൊക്കെ തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ വൈ ദ സ്ക്രിപ്റ്റ് നരിവേട്ട എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അതായത് മലയാളത്തിൽ ആദ്യമായി തിരക്കഥ എഴുതുന്നു, കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, പക്ഷെ വളരെ കുറച്ച് കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ആണ് ഉള്ളത്. രാഷ്ട്രീയമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് യുവർ മോട്ടീവ് ബിഹൈൻഡ്? അതായത് ശരിക്കും ഞാൻ ആദ്യം ആലോചിച്ചത് ഈ വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ടോവിനോ അവതരിപ്പിച്ച ആ ക്യാരക്ടറിനെയാണ് ആദ്യം കിട്ടുന്നത്. അയാളുടെ ഒരു ലൈഫ്, ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നു, ഒരു പ്രേമമൊക്കെ ഉണ്ട്, അമ്മയുണ്ട്. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അയാൾ പോലീസ് ആവേണ്ടി വരുന്നു. അതിന് അയാൾക്കൊരു താല്പര്യമില്ല അവൻ. അപ്പം അങ്ങനെ അയാൾക്ക് എന്നപ്പെടുന്ന ഒരു ക്രൈസിസ് എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പം ടിപ്പിക്കലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ പാറ്റേണിൽ പോകാവുന്ന കുറേ ഇവൻറ്റുകൾ കിട്ടി. പക്ഷേ അത് പോരാ എന്ന് തോന്നിയപ്പോഴാണ് എന്താ പറയുക, കുറച്ച് ഒരു ചരിത്ര പശ്ചാത്തലം വെച്ചാൽ കുറേയും കൂടി ഒരു ഇത് കിട്ടും. എന്ന് മാത്രമല്ല, ഇതിപ്പം ജെൻസിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 80s-ലും 90s-ലും ഒക്കെ ഒരുപാട് വലിയ മാസ് അപ്പീലുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്, സമരവും പോലീസും ഒക്കെ ഉള്ള. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിനല്ല അത്തരം പടങ്ങൾ വളരെ കുറവാണ്, അപൂർവമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ അറ്റംപ്റ്റ് നടത്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചിന്തയും കൂടെയാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിലേക്ക് ക്യാരക്ടർ ചെന്നെത്തുന്നത്. ഇത് മുത്തങ്ങ വെടിപ്പുമായി ആണല്ലോ ഒരുപാട് വലിയൊരു പ്രമേയം ഈ സിനിമയിൽ ഉടനീളം ഉള്ളത്. അന്നത്തെ വനമന്ത്രി ഈ മുത്തങ്ങ വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ദിസ് ഈസ് എ മെസ്സേജ് ടു ഓൾ ദ ട്രൈബൽ പീപ്പിൾ ഇൻ കേരള എന്നാണ്. വളരെ വൃത്തിയായി കേരളത്തെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇതിന്റെ റിവ്യൂസിൽ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന പോസ്റ്റുകൾ കാണുന്നുണ്ട്. എത്രയൊക്കെ തേച്ച് മാച്ച് കളയാൻ ശ്രമിച്ചാലും ചരിത്രം ഒരു നാൾ പുറത്തു വരും. അതിന് ഒരു തുടക്കമിട്ട എന്നതിൽ അഭിമാനം തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് ഇപ്പം നമ്മള് പല പിന്നെ ചരിത്ര സംഭവങ്ങളും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. പ്രത്യേകിച്ച് നമ്മുടെ ട്രൈബൽ ആളുകൾ അവരുടെ സമരങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവിതമൊക്കെ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിക്ക് വലിയ താല്പര്യമില്ല സത്യം പറയാം. വളരെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അത്. അപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മറക്കും. നമുക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഏറ്റെടുക്കുകയും കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമേ നിലനിൽക്കുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം പക്ഷേ ഇത് ഇപ്പം മുത്തങ്ങ ഉൾപ്പെടെ ചെങ്ങറ ഉൾപ്പെടെ പിന്നെ എന്താ പറയുക, ട്രൈബൽ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും ആ ചരിത്രം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഇല്ല. അപ്പം അത് വീണ്ടും ഓർക്കുന്നത് ചർച്ചയാവുന്നത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം പല ആളുകളുടെയും ഫേസ്ബുക്ക് ഫീഡുകളിൽ ഈ വാക്കുകൾ മുത്തങ്ങ, ചെങ്ങറ എന്നൊക്കെയുള്ള വാക്കുകൾ, സ്ഥലങ്ങൾ, അന്നത്തെ സംഭവങ്ങൾ, അന്നത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ബാക്കി അതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റും പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഒക്കെ ആൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഇത് എഴുതുമ്പോൾ താങ്കൾക്ക് അറിയാം, കാരണം അന്ന് അധികാരത്തിലിരുന്ന ഒരു സർക്കാരിന് എതിരെ സംസാരിക്കുകയാണ്.
അപ്പൊ ആ സർക്കാരിനെ ഇപ്പോഴും പിന്തുണക്കുന്നവർ ഇതിനെ ചിലപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനായി സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ഇതിൽ പിന്താങ്ങണമെന്നില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് എഴുതുമ്പോൾ തന്നെ അറിയായിരുന്നു. ചിലപ്പോൾ അത്രയധികം കൊമേഴ്ഷ്യൽ ഹിറ്റ് കിട്ടണമെന്നില്ല, സാറ്റലൈറ്റ് വാല്യൂ കിട്ടണമെന്നില്ല. ഇതൊക്കെ ഒരു എഴുതുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഇത്രയധികം പൊളിറ്റിക്കൽ വേണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ഇത് നമ്മളൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കഥാപാത്രത്തെയോ ഒരു പേരോ ഒരു മൊമെന്റോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം പേടികൾ നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള സംവാദങ്ങളും കാര്യങ്ങളും നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. നമ്മൾ നോക്കിയത് ഒരു ഇമോഷൻ കൃത്യമായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കഥാപാത്രത്തിലൂടെ കഥ പറഞ്ഞു പോകുന്നു. അപ്പം ആ ഇമോഷൻ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹെവി ഹാർട്ടഡ് ആയിട്ട് ആളുകൾ ഇറങ്ങണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് മാത്രമാണ് സത്യത്തിൽ ആലോചിച്ചത്. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ കോൺട്രവേഴ്സി. നമ്മൾ ഇത് വിചാരിച്ചാലും ഇല്ലെങ്കിലും കോൺട്രവേഴ്സി ചിലപ്പോൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പേടി തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്താ ഒരു ടൈപ്പ് പടങ്ങൾ മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തരം കഥകൾ മാത്രമേ ആലോചിക്കാനും പറ്റത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. പ്രശ്നങ്ങൾ എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ, ചർച്ച ചെയ്യട്ടെ. ഇങ്ങനെ അന്നത്തെ സർക്കാർ ചെയ്തതിൻ്റെ മെറിറ്റുകളും ഡിമെറിറ്റുകളും നടക്കട്ടെ എന്നൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ നമ്മൾ ആദിവാസി ഗോത്ര വിഭാഗങ്ങളോട് എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും കാണിച്ച സമീപനം ഏറെക്കുറെ ഒരുപോലെ ആയിട്ടാണ് എൻ്റെ വളരെ വ്യക്തിപരമായ വിലയിരുത്തൽ. അത് ഇപ്പം ഭരണകൂടം മാറും, രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പാർട്ടികൾ മാറും, ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ മുഖം മാറും. പക്ഷേ ആദിവാസികളോടോ ഗോത്ര ജനതയോടെ എന്തുമാത്രം നീതി മൊത്തത്തിൽ കേരളം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വളരെ കുറവാണ്. ഇപ്പം 1956, 57 തൊട്ടിട്ട് ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ എനിക്ക് തോന്നുന്നില്ല വേണ്ട രീതിയിൽ അവരെ നമ്മൾ പരിഗണിക്കുകയോ അവരുടെ ഒരു ജീവിതം, നമ്മൾ കേരളം വളരെ പുരോഗതിയിലാണ് പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പുരോഗതി ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മൊത്തത്തിൽ ഒരു നമ്മൾ മെയിൻ സ്ട്രീം സൊസൈറ്റി ഈ പറയുന്ന പോലെ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിനൊന്നും ഉണ്ടാകുന്നില്ല. നല്ല ഷെൽട്ടർ ഇല്ല. അതൊക്കെ ഇപ്പോഴും അവർ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനവും ഇതിൽ കാലാകാലങ്ങളിൽ ഭരിച്ച ആളുകളും നമ്മുടെ സമൂഹവും നമ്മൾ ഉൾപ്പെടെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ കാണിച്ച ഒരു എന്താ പറയുക അവഗണനയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ചയായാൽ നല്ലതാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ ഈ മുത്തങ്ങ വെടിവെപ്പിന് ഇപ്പൊ വളരെയധികം സിമ്പതൈസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ വേറൊരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ മുത്തങ്ങ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആഫ്റ്റർ മുത്തങ്ങയ്ക്ക് ശേഷം അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി നമുക്ക് ഇത്ര ശക്തമായി പോരാടാൻ സാധിക്കും, അല്ലെങ്കിൽ പുറത്തുപോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ആഫ്റ്റർ മുത്തങ്ങ എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് ആദിവാസി സമൂഹം കൈവരിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ടോ? അതായത് മുത്തങ്ങ സമരവും അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പ് അത് വലിയ പ്രശ്നമാവുകയും ഭരണകൂടം സ്വാഭാവികമായിട്ട് ഡിഫൻസിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ആണ് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം എല്ലാവർക്കും പതിച്ചു കൊടുക്കാനുള്ള നടപടികൾ പെട്ടെന്നാവുകയും പിന്നീട് സ്ഥലം കിട്ടി. എൻ്റെ വീട് കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയാൽ ആറളം ഫാമായി. മുൻപത് സെൻട്രൽ ഗവൺമെൻറ് കയ്യിലായിരുന്നു. അപ്പോൾ ഈ മുത്തങ്ങ സംഭവത്തിനൊക്കെ എനിക്ക് കറക്റ്റ് ഡേറ്റുകൾ ഓർക്കുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും അത് 1 ഏക്കർ വീതം ഒരു ഫാമിലിക്ക് എന്നുള്ള നിലയ്ക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് റബ്ബറും കൊക്കോ കശുവണ്ടി അങ്ങനെ ഭയങ്കര ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്ന സമയത്ത് അവിടെ ജോലിക്ക് പോകുമായിരുന്നു ഒരുപാട് ആളുകൾ. അപ്പം പിന്നീട് സ്ഥലം കൊടുത്തു, പിന്നീട് അവർക്ക് വീടുകൾ വെച്ച് കൊടുത്തു. അത് ഒരുപാട് സമയമെടുത്തു. എനിക്ക് തോന്നുന്നു ഈ മുത്തങ്ങ സംഭവം നടക്കുന്നത് 2003 ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെന്തോ. അവർക്ക് വീട് വെക്കുന്നത് ഞാൻ PG പഠിക്കുന്ന സമയത്തൊക്കെയാണ് വീടിൻ്റെ പണി ഇതാവുന്നത്. അപ്പം അത്രയും വർഷങ്ങളെടുത്തു. സർക്കാർ കാര്യങ്ങളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ സ്ഥലം കിട്ടി, വീടുകൾ കിട്ടി. പക്ഷേ ഈ സ്ഥലം കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പം ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാണ്, എൻ്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ കൃഷിക്കാരാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു 10 ഏക്കർ വയൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കൃഷി ഇറക്കാൻ അറിയത്തില്ല. അത് ഏത് കാലത്ത് കൃഷി ഇറക്കണം, അതിന് എന്തൊക്കെ ചെയ്യണം, അതെങ്ങനെ പരിപാലിക്കണം എന്നതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഗൈഡൻസ് ഉണ്ടാവണം. അതുണ്ടായില്ല എന്നുള്ളതാണ് ഈ സെറ്റിൽമെൻറ്റിൽ വന്നൊരു പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഏക്കർ സ്ഥലം കിട്ടിയിട്ട് ആ സ്ഥലത്തുള്ള റബ്ബറായാലും മറ്റ് കൃഷിയായാലും നന്നായിട്ട് കൊണ്ടുപോകാനും അത് ഇന്ന് വരുമാനം ഉണ്ടാക്കാനും അതുവഴി ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്താനുള്ളൊരു സാഹചര്യം കൂടെ ഒരുക്കണം. അതിൽ സർക്കാരുകൾക്ക് പൊതുവിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കണ്ണൂരാണ്, ഗൂഗിളിൽ നോക്കിയപ്പോൾ കുടിയേറി കണ്ണൂരിൽ വന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ബുക്ക് കല്യാശ്ശേരി തീസിസ് ആയാലും വളരെയധികം പൊളിറ്റിക്കലി അക്ലെയിം ചെയ്ത ഒരു ബുക്കാണ്. ഇപ്പൊ ഏതൊരു സിനിമയാണെങ്കിലും അത്യധികം രാഷ്ട്രീയം അതിലുണ്ട്.
ഇപ്പൊ നമ്മള് പുറമെയുള്ള ആളുകൾ എപ്പോഴും പറയും കണ്ണൂർ ഫുൾ ബോംബാണ് അതെ 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 അങ്ങനത്തെ. ഞാനും ഒരു കണ്ണൂർക്കാരിയാണ്. ഇപ്പൊ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിലും ആളുകൾ പറയും ഇപ്പൊ കണ്ണൂരാണ് ഉമ്മ അത്. പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പല ആസ്പെക്ട്സിലും. നമ്മള് പൊളിറ്റിക്കലി ഒരു ഒപ്പീനിയൻ പറയാനാണെങ്കിലും നമുക്കൊരു ഭയമില്ലാത്ത ഒരു സ്പേസ് അത് തന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് എബിൻ കണ്ണൂര് സ്വാധീനിച്ചത്? കണ്ണൂർ എന്ന് പറയുമ്പോഴേ ഇപ്പൊ സത്യം പറഞ്ഞാൽ കണ്ണൂരിന്റെ ഒരു പല ടെറൈനുകളുണ്ടല്ലോ. എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും ഉണ്ട്. ഇപ്പൊ കണ്ണൂർ എടുത്ത കണ്ണൂർ ടൗണ്, ഇപ്പം കണ്ണൂരിന്റെ പിന്നെ നോർത്ത് സൈഡിൽ തെയ്യം കാര്യങ്ങൾ, പയ്യന്നൂരിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ പ്രദേശം എന്ന് വെച്ചാൽ അതേ അല്ല. അത് മലയോര മേഖലയാണ്. എനിക്ക് തോന്നുന്നു കുടിയേറ്റക്കാരായ ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പം പക്ഷേ ഈ കണ്ണൂർ പോലൊരു സ്ഥലത്തിന്റെ ഭാഗമായതുകൊണ്ടിട്ട് ഉള്ള ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പുസ്തകങ്ങൾ, വായന എന്ന് പറയുന്ന സാധനം ചെറുപ്പത്തിലേ നമുക്ക് അതിലേക്ക് കിട്ടി. ചെറിയ ചെറിയ വായനശാലകൾ ഉണ്ടായിരുന്നു. അത് ക്ലബ്ബുകൾക്ക് വായനശാലകൾ ഉണ്ടായിരുന്നു, പള്ളികൾക്ക് മറ്റേ ക്രിസ്ത്യൻ പള്ളികൾക്കും വായനശാലകൾ ഉണ്ടായിരുന്നു, പാർട്ടി ബേസിൽ വായനശാലകളുണ്ട്. അപ്പം നമുക്ക് പുസ്തകങ്ങളിലേക്കും വായനയിലേക്കുമുള്ള ഒരു ഈസി ആക്സസ് കിട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പം അത് എന്നെ വലിയ രീതിയിൽ ഇതായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇപ്പം ജാതിയുടെ കാര്യത്തിലായാലും പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ചില ധാരണകൾ രൂപപ്പെടാനും എന്താ പറയുക കുറേയും കൂടെ ബെറ്റർ ഇത് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് കണ്ണൂരായതുകൊണ്ട് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറേയും കൂടെ ഓപ്പണായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അത് കണ്ണൂരിൻ്റെതും കൂടെയായ സ്വാധീനമാവാം. പിന്നെ സിനിമകൾ പലപ്പോഴും ഇപ്പം ചില സിനിമയെ കാണുമ്പോൾ കണ്ണൂർ എവിടെയെങ്കിലും ബസ് ഇറങ്ങി അപ്പം വെട്ട് കിട്ടുമെന്നൊക്കെയുള്ള തോന്നുന്നു, പേടി തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ എത്രയോ വർഷം ആയിട്ട് കണ്ണൂരിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ അതൊക്കെ പറയാൻ കൂടെ മാറിയില്ല, അതിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയെന്ന് തോന്നുന്നു. അപ്പോ ഈ സോഷ്യൽ മീഡിയയില് താങ്കളുടെ വീഡിയോസ് ഇങ്ങനെ ഓൺലൈൻ മീഡിയസിലൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് കുറെ കണ്ടു. അതിനിടയിൽ ചില രസകരമായ കമന്റ്സും കൂടിയുണ്ട്. നമ്മൾ ഇത്ര സമയം പൊളിറ്റിക്കൽ സംസാരിച്ചു. പേഴ്സണൽ ആയിട്ട് വരികയാണെങ്കിൽ ചേട്ടൻ ഗൗരവമാണോ, ചേട്ടൻ ഇൻട്രോ ആണോ, ചേട്ടൻ സിംഗിളാ, ചേട്ടൻ ശരിക്കും എന്താണ്, എന്തെങ്കിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ എന്താണ് താങ്കൾ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ തമാശയൊക്കെ പറയാറുണ്ട്. പക്ഷെ പൊതുവിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആളോട് സംസാരിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അത് ഭയങ്കര സീരിയസ് ആണെന്ന് ആള് തെറ്റിദ്ധരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണ് സിംഗിൾ ആണോ? 2 വട്ടം സിംഗിൾ ആണ്. അപ്പോ നമ്മള് ബാക്ക് ടു ഈ മുത്തങ്ങ വരികയാണെങ്കിൽ അന്നത്തെ അധികാരത്തിലേറാൻ വേണ്ടി മറ്റൊരു വിഭാഗം സർക്കാർ മുത്തങ്ങയെ യൂസ് ചെയ്തു എന്ന് വേറൊരു വിഭാഗം സർക്കാർ പറയുന്നത്. കാരണം അധികാരത്തിലേറിയ സർക്കാർ, പിന്നീട് അധികാരത്തിൽ വന്ന സർക്കാരിനോട് ഈ സുകുമാർ അഴീക്കോട് ഒക്കെ അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററൈസ് ചെയ്യണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അച്യുതാനന്ദൻ ഇവരെ ജയിലിൽ പോയി കണ്ടു, എല്ലാ പ്രോമിസുകളും കൊടുത്തു. പക്ഷെ അധികാരത്തിൽ വന്നപ്പോ അതൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇവരെ തഴയുന്ന ഒരു സംഭവം ഉണ്ട്, നേരത്തെ അവ സൂചിപ്പിച്ചതുപോലെ? എന്തുകൊണ്ടാണ് ഇവര് അപ്രിയരാകുന്നത്? വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് ചലനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അവർ വളരാത്തതുകൊണ്ട് കേട്ടോ. ഇതൊരു വോട്ട് ബാങ്കായിട്ട് എന്ന് മാറുന്നു അന്ന് ഈ പറയുന്ന ഭരണാധികാരികൾ മുഴുവൻ അവിടെ പോകും. അവർക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ സിസ്റ്റം അങ്ങനെ. അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ഗവൺമെന്റിനെ നമ്മൾ മാത്രം എടുത്ത് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് പൊളിറ്റിക്കലി എന്താ പറയുക, പാർട്ടി പൊളിറ്റിക്സിന്റെ ബേസിസിൽ അങ്ങനെ ചെയ്യാമെങ്കിലും നമ്മൾ വളരെ വസ്തുതാപരമായിട്ടും ധാർമ്മികമായിട്ടും നിന്ന് ആലോചിക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഒരു ലെഫ്റ്റ് മുഖ്യമന്ത്രിയാണ് ഈ സമരം നടത്തിയ ആളുകളെ കാട്ടുകള്ളന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം അതൊരിക്കലും നമ്മൾ എന്താ പറയുക, ആ വലതുപക്ഷത്ത് നിന്ന് ഒരാൾ വിളിക്കുന്നതും ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ വിളിക്കുന്നതായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം ഞാൻ എല്ലാ കാലത്തും എല്ലാ ഗവൺമെൻറ്റുകളോടുള്ള എൻ്റെ ഒരു സമീപനം ഇത് തന്നെയാണ്. അത് ഒരു പരിധിക്കപ്പുറം ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് നീതി കൊടുക്കാനോ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുമല്ലോ. ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു സമരം നടക്കുമ്പം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അത് ഉപയോഗിക്കും, തിരിച്ചുപയോഗിക്കും. അത് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. അതിനൊന്നും മാറ്റം ഉണ്ടാകുന്നത് ഇനി ജെൻസിയുടെ ഒക്കെ ഒരു കാലം വരുമ്പോഴേക്കും കുറെ കൂടെ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയുന്നുണ്ട് ആദിവാസികളുടെ പെർസ്പെക്റ്റീവ് വളരെയധികം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെന്ന്. പക്ഷെ ഒരു ആദിവാസികളുടെ പെർസ്പെക്റ്റീവ് എന്നതിൽ കൂടുതൽ ഒരു ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ടോവിനോട് ഒരു പോർഷനിലൂടെയാണ് കഥ പോകുന്നത്. ആണോ അങ്ങനെ? അതെ അതെ. എന്നാന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിനെ കുറച്ചെങ്കിലും മീറ്റ് ചെയ്യണം എന്നൊരു ചിന്ത വെച്ചിട്ട് അത് മാത്രമല്ല, ആ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ
ആളുകൾ നമ്മളുടെ ഒരു പൊതു മെയിൻ സ്ട്രീമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ നായകൻ നിൽക്കുന്ന ഒരു ഘട്ടം വരെ. ഇപ്പോൾ ഇയാൾക്ക് ആദ്യം ഇറിറ്റേഷൻ വരുന്നു, ഇത് വരുന്നു, പിന്നീട് ഇയാൾക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് ഈ സിനിമ കാണുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇതെന്താണ്, ഇവരെന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള. അത് പതിയെ പതിയെ മാറുകയും ആ ഇമോഷൻ നമ്മുടെ ഇമോഷനായി മാറുകയും ചെയ്യണം. അത് അങ്ങനെ തന്നെയാണ് ക്രാഫ്റ്റ് ചെയ്തത്. ഈ സിനിമ ഇറങ്ങിയ ഫസ്റ്റ് 2 ദിവസം റിവ്യൂ പറയാനുള്ള ആളുകളുടെ ഒരു ബഹളാണ്. ഒരുപാട് നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ വരുന്ന വഴി ഒരു പ്രമുഖ റിവ്യൂവർ എന്ന് ആളുകൾ പറയുന്ന ഒരാള്, അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ തീരെ പോരാ, വേറൊരാൾക്കായിരുന്നെങ്കിൽ പോലീസ് സ്ക്രിപ്റ്റിംഗ് കുറച്ചുകൂടെ നന്നായിരുന്നേനെ, ടൊവിനോയുടെ അഭിനയം പോരാ. അത് വളരെയധികം വൈറലായിട്ടിട്ട് ആ ഒരു സംഭവം. പക്ഷെ ആളുകൾ മുഴുവൻ അതിനെതിരെ കൗണ്ടർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ്, ബിക്കോസ് ഇതൊരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഒന്നും അല്ല, ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ വളരെ വൃത്തിയായി സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റിംഗ് ആണ്. ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ട് പോലും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഒരു പുതിയതായിട്ടുള്ള ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ എന്നൊക്കെ വരുമ്പോൾ തിയേറ്ററിലെ ആളുകളെ കുറയ്ക്കുന്ന ഒരു സംഭവമല്ലേ ഇത്തരത്തിലുള്ള റിവ്യൂസ്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പടം വന്ന് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഒരു റിവ്യൂവർ മോശം പറയുന്നതെന്ന് വിചാരിക്കുക, സപ്പോസ്. പക്ഷേ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒരു റിവ്യൂവർ മോശമാണെന്ന് പറയുകയും 1000 പ്രേക്ഷകർ ഇത് കണ്ടിട്ടിറങ്ങി നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നിടത്ത് അത് സ്വാധീനിക്കില്ല. ഇപ്പം നമ്മുടെ പടത്തിനും നെഗറ്റീവ് റിവ്യൂ വന്നു, വളരെ പോപ്പുലറായ ആളുകളിൽ നിന്ന് പോലും നെഗറ്റീവ് റിവ്യൂ വന്നു. പക്ഷേ ആളുകൾ കണ്ടിറങ്ങുന്ന ആളുകൾ വളരെ ഇമോഷണൽ ആവുന്നു, വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് പടം ഓടുന്നത്. അപ്പം റിവ്യൂ പിന്നെ ഞാൻ കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ട് ഇതിനെ എടുക്കുന്നതാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഈ സിനിമ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, ഈ കഥ ഇങ്ങനെയല്ല പറയേണ്ടതെന്നുണ്ട്. പക്ഷേ അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ ചെയ്തൊരു സിനിമ ഇങ്ങനെയാണ്. ഇതേ വിഷയം വേറെ 2 പേരെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല. അത് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് മാറുന്നതിനനുസരിച്ച് സിനിമയുടെ സ്വഭാവവും രീതിയും ഒക്കെ മാറുമല്ലോ. ഞാൻ ആ രീതിയിൽ അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിവ്യൂവിനെ പോലും കാണുന്നത്. നെഗറ്റീവായിട്ട് റിവ്യൂ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. അപ്പോൾ അനുരാജ് മനോഹർ നേരത്തെ പുള്ളി ഇഷ്ക് ചെയ്ത് വളരെ ഹിറ്റായതാണ്. ആ ഒരു ഡയറക്ഷൻ രീതി പുള്ളിനെ ഭയങ്കര എല്ലാവരും പ്രശംസിച്ചതാണ്. നല്ലൊരു തിരക്കഥ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സംവിധാനം ചെയ്ത് അഭിനയിച്ച് പാളിപ്പോവാവുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അനുരാജിനെ ചൂസ് ചെയ്യാനുള്ളത്? ഇല്ല, അനുരാജായിട്ട് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ശരിക്കും ചെയ്യാനിരുന്നത് വേറെ ഒരു കഥയാണ്. അപ്പം അതിൻ്റെ ആലോചനകളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ആ സമയത്താണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. ഇത് പെട്ടെന്ന് ഈ ഒരു ക്യാരക്ടറിന് എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ ഉണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാം ജോലി ചെയ്ത ആൾക്കാരാണ്. നമ്മൾ ഒരു ദിവസമെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഈ ജോലി രാജിവെക്കണം. ഒരു ദിവസപ്പെട്ട മനുഷ്യരൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എനിക്കൊന്നും ഒരു ഫുൾ ഡേ എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു കഥ ഉണ്ടാക്കാൻ. ഉണ്ടാക്കിയിട്ട് ഞാൻ അനുരാജിനെ വിളിച്ച് ഫോണിൽ പറഞ്ഞു. അപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ടോവിയുടെ അടുത്തേക്ക് പോകുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ടോവിയുടെ അടുത്ത് വളരെ രാത്രിയാണ്, രാത്രി 2 മണിക്കാണ് കഥ പറയുന്നത്. അത് ഓക്കെ, അങ്ങനെ പ്രോജക്റ്റ് ആവുക ചെയ്ത്. പഞ്ചായത്തായിട്ട് വേറെയും 1-2 സബ്ജക്റ്റുകൾ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലത് എഴുതി തീർത്തുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുണ്ട്, ആത്മബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. പിന്നെ അനുരാജ് വളരെ വിഷനുള്ള ഒരു ഡയറക്ടറാണ്. പൊളിറ്റിക്കലാണ് ബേസിക്കലി. അനുരാജ് ഒരു രാഷ്ട്രീയ ജീവിയാണ് ജന്മനാൽ തന്നെ. ആ കൃത്യമായ രാഷ്ട്രീയ ധാരണകളുണ്ട്, നിലപാടുകളുണ്ട്. അത് ഉറക്കെ പറയാൻ ഒരു മടിയുമില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമുക്ക് എന്താ പറയുക, ലാഭനഷ്ടങ്ങൾ നോക്കി അഭിപ്രായം പറയുന്ന ആളുകൾ ഉണ്ട് ഒരുപാട്. അനുരാജ് അങ്ങനെയല്ല, അവൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയും. അതൊരു വലിയ ഹ്യൂമൻ ക്വാളിറ്റിയും കൂടെയാണല്ലോ. പിന്നെ സിനിമയെപ്പറ്റി, സിനിമയുടെ എസ്തറ്റിക്സിനെ പറ്റി കൃത്യമായിട്ടുള്ള വിഷനുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമുക്കിപ്പം നമ്മൾ എത്ര നല്ല സ്ക്രിപ്റ്റ് എഴുതിയാലും അല്ലെങ്കിൽ എത്ര നല്ല കഥയാണെങ്കിലും അതിന് സംവിധായകൻ കൊടുക്കുന്ന ഒരു വിഷനുണ്ട്. അയാളുടെ ഒരു ജീവിത ദർശനം ആ സിനിമയിൽ ഉണ്ടാകണം. ഈ സിനിമയിൽ അത് കൃത്യമായിട്ടുണ്ട്. പല സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഡയറക്ഷൻ ചിലപ്പോൾ അവിടെ ഇവിടെയോ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡയറക്റ്റ് സെൻസിറ്റീവ് ആയ സബ്ജക്റ്റും കൂടെയാണല്ലോ. അപ്പോ ഈ ഷൂട്ട് ഡേയ്സിനൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നു ഫുൾ ഡേ ഡിസ്കഷൻ വെച്ചാൽ ഞാൻ അനുരാജായിട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു സീൻ എടുത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ സീൻ ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അങ്ങനെ സീൻ ഡിസ്കഷൻ ഇല്ല. അനുരാജ് സീൻ ഓർഡർ പോലും സത്യത്തിൽ ചോദിക്കാറില്ല. നമ്മളൊരു കഥ പറയുന്നു, അപ്പോൾ ആ കഥയിൽ അവനൊരു സിനിമ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കും. വളരെ കാഷ്വലായ സംസാരങ്ങൾ, ഇങ്ങനെ സാധനം കൊണ്ടുവരാം അല്ലെങ്കിൽ അങ്ങനെ വിടാം. അങ്ങനെ സംസാരങ്ങൾക്ക് ശേഷം സ്ക്രിപ്റ്റ് എഴുതും.